ഹാപ്പി മോർണിംഗ് ഓൾ ഓഫ് യു. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. കുറച്ച് നാളായിട്ട് വീഡിയോകൾ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകൾ കൂടുതലും കെയർ കോഴ്സ് അല്ലെ ജീറിയാട്രിക് കോഴ്സ്, അത് കൂടുതൽ അതിനുള്ള ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ ഈ ഒരു വേൾഡിൽ അതിൻ്റെ നെസസിറ്റി എന്താണ്, അത് പഠിച്ചാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആർക്കൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും, ഇങ്ങനെയുള്ളതിനെ പറ്റി കുറേ വീഡിയോകൾ ചെയ്തായിരുന്നു. അതിൽ കൂടുതലും ഓസ്ട്രേലിയ ആയിട്ട് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്ന് വന്നൊരു കൺസേൺ ആയിരുന്നു, ഇതിൻ്റെ അപ്രൂവ്ഡ് ക്യാമ്പസ് ഉണ്ടോ, ക്വാളിറ്റി ആയിട്ട് പഠിക്കാൻ പറ്റുമോ, സർട്ടിഫിക്കേഷൻ ജെന്യൂൻ ആണോ. ഒത്തിരി പേര് എൻ്റെ കൺസേൺസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേനും സൂചിപ്പിച്ചായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് ഓസ്ട്രേലിയ IHNA അപ്രൂവ്ഡ് ക്യാമ്പസ് കൊച്ചിയിലുണ്ട്. ജീറിയാട്രിക് കോഴ്സ് കൊടുക്കുന്നതാണ്, വർഷങ്ങളായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. ഇത് അപ്രൂവ്ഡ് ക്യാമ്പസ് ആണെന്നൊക്കെ പറഞ്ഞു. ബട്ട് അപ്പം എല്ലാവർക്കും ഒരു സംശയമുള്ളത് വാട്ട് ഈസ് ദ ഒതൻറ്റിസിറ്റി ഫോർ ദിസ്. അപ്പം ആ ഒരു ഒതൻറ്റിസിറ്റിയുടെ ഒരു തെളിവും കൂടെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് training.gov.au എന്നുള്ള വെബ്സൈറ്റിൽ പോകാം. അപ്പം വെബ്സൈറ്റിൽ പോകുമ്പം നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇവിടെ RTO കോഡുണ്ട്, കോഡ് 21985 ആണ്. ലീഗൽ നെയിം ഹെൽത്ത് കരിയേഴ്സ് ഇൻ്റർനാഷണൽ Pty ലിമിറ്റഡ് ആണ്. അപ്പോൾ അവരുടെ ബിസിനസ് നെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് നഴ്സിംഗ് ഓസ്ട്രേലിയ. കറണ്ട് ആയിട്ടുള്ള സ്റ്റാറ്റസാണ് ഇത്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയയുടെ സൈറ്റിൽ തന്നെയാണ് ഇതുള്ളത്, ഗവൺമെൻറ് സൈറ്റിൽ തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ കോഴ്സാണ് ഇവിടെ ഇന്ത്യയിൽ റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ IND എന്ന് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ഇത് ഡെലിവറി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ വേറെയുള്ള ക്യാമ്പസുകളുണ്ട്, ന്യൂ സൗത്ത് വെയിലുണ്ട്, വിക്ടോറിയ ഉണ്ട്, സദേൺ ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്തെല്ലാം ഇത് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു അപ്രൂവ്ഡ് ക്യാമ്പസാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ളത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, റെഡിൽ കാണാൻ പറ്റും സൂപ്പർസീഡഡ്. അത് 2023 മെയ് വരെയായിരുന്നു ആ കോഴ്സ്. അത് കഴിഞ്ഞപ്പോൾ സൂപ്പർസീഡായി. കോഴ്സ് പഠിക്കുന്ന പിള്ളേർക്കും അത് ക്ലിയറായിട്ട് ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കറണ്ട് ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2 പേരിൽ തന്നെ കോഴ്സുണ്ട്. ബട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കണമെങ്കിൽ കോഡ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് CHC 33021 സർട്ടിഫിക്കറ്റ് 3 ഇൻഡിവിജ്വൽ സപ്പോർട്ട് എന്നുള്ള കോഴ്സാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ കൊടുക്കാനുള്ള കറണ്ട് ആയിട്ടുള്ള ലൈസൻസ് ഉണ്ട്, അപ്രൂവ്ഡ് ആണ്. ഗവൺമെൻറ് ഓഫ് ഓസ്ട്രേലിയയുടെ അതോറൈസ്ഡ് ക്യാമ്പസ് തന്നെയാണിത്, അവർ അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. സോ ഇത് എനിക്കൊന്ന് ഒത്തിരി പേരുടെയും ആ ഒരു കൺസേൺ ഒഴിവാകുമായിരിക്കും ഇത് നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ തന്നെ. എൻ്റെ അകത്ത് ഇത് മാത്രമല്ല വേറെയും കോഴ്സുകളുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ അകത്തെ പേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. 2ാമത്തെ പേജുണ്ട്, 3ാമത്തെ പേജുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഇന്ത്യയിൽ കൊടുക്കാനുള്ള ആ ഒരു ലൈസൻസ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പുറമെ തന്നെ എനിക്ക് ഒത്തിരി പേര് ചോദിച്ചതാണ്, IHNA കോഴ്സ് ഈ ജീറിയാട്രിക് കെയറിൻ്റെ സർട്ടിഫിക്കറ്റ് 3 ഇൻഡിവിജ്വൽ സപ്പോർട്ടിൻ്റെ ഈ കോഴ്സ് 6 മാസം ദൈർഘ്യമുണ്ട്, അത്രേ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇന്ത്യയിലും വേറെ പ്രൊവൈഡേഴ്സ് ഈ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റും. സോ നിങ്ങൾ കോഴ്സിൻ്റെ ദൈർഘ്യം കൂടുതലാണെന്ന് ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് വേറെ സ്ഥലത്ത് പോയി പഠിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വേറെ ഏത് ക്യാമ്പസിലോ ഏത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയി പഠിച്ചോ, ബട്ട് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വെദർ ഈ training.gov.au അവരുടെ സൈറ്റ് ഒഫീഷ്യലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങളങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം എപ്പോഴും ആ പ്രോപ്പർ ചാനലിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഓവർസീസായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇതിനൊരു സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം. അതായത് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ രജിസ്റ്റർ ചെയ്യണം. എല്ലാവരും ഇൻഫർമേഷൻ വേണ്ടി ഒന്നുകൂടെ പറയുവാണ്, ഈ കോഴ്സ് ഓസ്ട്രേലിയ ചെയ്യുവാണെങ്കിൽ ഈ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓസ്ട്രേലിയക്ക് പുറത്ത് ഈ കോഴ്സ് ഏത് രാജ്യത്ത് ചെയ്താലും ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അണ്ടർഗോ ദ സ്കിൽ അസസ്മെൻറ്റ്. ഈ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടത് അക്വ എന്ന് പറഞ്ഞ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓതറൈസ്ഡ് സെൻറ്ററിലാണ്, ഒരു സൈറ്റിലാണ് നമ്മൾ ഈ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ കോഴ്സിനെ ബെഞ്ച് മാർക്ക് ചെയ്യുക എന്ന് പറയും, അവിടുത്തെ ഒരു ലൈസൻസ് കിട്ടുക. നമുക്ക് പല വാക്കുകൾ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ACW എന്നുള്ളത് ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി വർക്കേഴ്സ് അസോസിയേഷൻ ആണ്. അപ്പം നിങ്ങളിപ്പോൾ ആ സൈറ്റാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ പോവുകയാണ്, നിങ്ങൾ സ്കിൽ അസസ്മെൻറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ഈ അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ ഇത് പറയാൻ പറ്റും. ഇപ്പം റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, റെലവൻറ്റ് AQ ഓഫ് സർട്ടിഫിക്കറ്റ് 3 ഓർ ഹയർ ലെവൽ ക്വാളിഫിക്കേഷൻ ഒബ്റ്റൈൻഡ് ഓവർസീസ് ഓർ ഓവർസീസ് ഇക്വലൻറ്റ് which includes a relevant vocational placement practical training.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴോട്ട് നോക്കാനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ചും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാനിപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതിൻ്റെ താഴെയാണ് ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ കുറേ ബുള്ളറ്റ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കണ്ടൻ്റാണ്, അതായത് ഏതൊക്കെയാണ് ഈ പർട്ടിക്കുലർ കോഴ്സിൽ പഠിക്കാനുള്ളതെന്നാണ്. അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. വി വിൽ നോട്ട് അസസ് ക്വാളിഫിക്കേഷൻ ദാറ്റ് ആർ അൺഡ്യൂലി ഷോർട്ട്, ലെസ് ദാൻ 6 months in duration. This include non-accredited free online certificate, diploma qualification, professional development courses or other short courses. Please note, accredited courses are those that have been formally recognized and approved by a relevant regulatory authority. അപ്പോൾ ഇവിടെ ഇത് അസ്ക്വയാണ് നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റികൾ, അതായത് ഓസ്ട്രേലിയൻ സ്കിൽസ് ക്വാളിറ്റി അതോറിറ്റിയാണ്. അപ്പം ഈ അസ്ക്വയാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഈ IHNയുടെ കോഴ്സിൻ്റെ റെഗുലേറ്ററി അതോറിറ്റി. അവരുടെ ഈ സൈറ്റിൽ നിങ്ങൾ ഒഫീഷ്യലി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്ത് പറയുന്നു, ലെസ് ദാൻ 6 months ഡ്യൂറേഷനുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഒരിക്കലും സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലാതെ താത്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ആരെങ്കിലും പ്രോമിസ് തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ IHNയുടെ ക്യാമ്പസ് അപ്രൂവ്ഡ് ആണ്, അതിൻ്റെ അകത്ത് പേടിക്കേണ്ട കാര്യമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്.